സംഭവം: സാമാന്യം നല്ല ധനസ്ഥിതി ഉണ്ടായിരുന്ന മാർ യൗസേപ്പിതാവിന്റെ ഭക്തനായ ഒരു മനുഷ്യന്റെ സമ്പത്ത് ചില കുബുദ്ധികൾ കൈവശപ്പെടുത്തുകയുണ്ടായി. സ്വത്ത് വീണ്ടെടുക്കുന്നതിനു വേണ്ടി അയാൾ കോടതിയെ അഭയം ഗമിച്ചു. പക്ഷേ എതിരാളികൾ ശക്തരായിരുന്നതിനാൽ അയാൾക്ക് അടിക്കടി പരാജയമാണ് നേരിട്ടത്. അയാളുടെ ഭാര്യയും ഏക മകനും അപകടത്തിൽപ്പെട്ട് മരിച്ചു. കൂനിന്മേൽ കുരു എന്ന പോലെ നേരിട്ട ഈ ക്ലേശങ്ങൾ മൂലം അദ്ദേഹം മനസ്സും ശരീരവും തളർന്നവനായി തീർന്നു. ജീവിതത്തിലും കേസിലും തുടരെ പരാജയങ്ങൾ നേരിട്ടതുകൊണ്ട് അയാൾ വിഷാദത്തിന് അടിമയായി. ശേഷിച്ചിട്ടുള്ള തുകയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച അദ്ദേഹം ജീവിക്കാൻ ആവശ്യം വേണ്ട തുകയൊഴിച്ച് തൻ്റെ കൈവശമുള്ളതെല്ലാം യൗസേപ്പിതാവിൻ്റെ നാമത്തിൽ സമീപ സ്ഥലത്ത് പണിതുകൊണ്ടിരുന്ന ദേവാലയത്തിന് സംഭാവന ചെയ്തു. ഇതിനിടെ നേരത്തെ താൻ കൊടുത്തിരുന്ന അപ്പീൽ അനുസരിച്ച് കേസിൽ വിധിയുണ്ടായി. കോടതി ചെലവ് സഹിതം വലിയൊരു തുക അയാൾക്ക് നൽകുവാനായിരുന്നു അന്തിമമായ വിധിയുണ്ടായത്. ആ തുക ഉപയോഗിച്ച് അദ്ദേഹം അഗതികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കാനുള്ള ഒരു അഭയകേന്ദ്രം മാർ യൗസേപ്പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചു. മറ്റാരും അവകാശികളില്ലാത്ത തൻ്റെ സമ്പത്തുകൊണ്ട് അനേകം അഗതികൾ സന്തുഷ്ടരായി ജീവിക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ മരിക്കുവാനുള്ള ഭാഗ്യം ആ മനുഷ്യനുണ്ടായി.